ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മരിച്ചുപോയെന്ന് നീ കരുതുന്ന ഒരാള് അധികം താമസിയാതെ നിന്റെ മുന്നിലെത്തും. സാധാരണ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോ ധൈര്യം പറഞ്ഞു തരാറാണല്ലോ പതിവ്. ഇത് എന്തു പറ്റി? എന്നെ കളിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പേടിപ്പിക്കുന്ന കാര്യമായിട്ട് ഇറങ്ങിയതാണോ? പ്രിയങ്ക മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. എന്താ പറഞ്ഞ? പ്രിയങ്ക മരിച്ചിട്ടില്ല രാധിക, അവൾ ജീവിച്ചിരിപ്പുണ്ട്. മാഡം വെറുതെ പെച്ചുമ്പയും പറയാതെ. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷെ വിശ്വസിച്ചേ പറ്റൂ. പ്രിയങ്ക ജീവിച്ചിരിക്കുന്ന കാര്യം നമുക്കൊന്നും അറിയില്ലെങ്കിലും അറിയാവുന്ന ചിലരുണ്ട്. മാഡം, രാധികെ, എന്തായാലും അവള് ജീവിച്ചിരിപ്പുണ്ടല്ലോ. എനിക്ക് അവളൊന്ന് കാണണം. എന്തായാലും അവൾ ഒരു നാൾ എല്ലാവരുടെയും മുന്നിൽ വരും. അച്ഛനമ്മമാരുടെയും രാധികയുടെയും കണിമംഗലത്തുള്ള എല്ലാവരുടെയും മുൻപില്. പണ്ടത്തെ കടപ്പാടിന്റെ പേരില് അബദ്ധം കാണിക്കാൻ നിന്ന കൈവിട്ടു പോകുന്നത് രാധികയുടെ ജീവിതമായിരിക്കും. മാഡം, നിയമപരമായി വരുണിന്റെ ഭാര്യ പ്രിയങ്കയാണ്. അവൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. മുൻപ് വരുണിനെയും പ്രിയങ്കയും ഒന്നിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ അവള് തിരിച്ചു വരുമ്പോ അതുപോലൊന്നും ശ്രമിക്കരുത്. രാധികയും വരുണും സന്തോഷമായി ജീവിക്കണമെങ്കിൽ പ്രിയങ്കയിൽ നിന്ന് ഒരകലം പാലിച്ചേ പറ്റൂ. അതൊന്ന് ഓർമ്മിപ്പിക്കാനാ ഞാനിപ്പോ വിളിച്ചത്. മാഡം, തൽക്കാലം വേറൊന്നും കേൾക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. പ്രിയങ്ക ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്ന ചെറിയ കാര്യമാണോ?